ഒട്ടുക്കത്തെ ടേസ്റ്റുള്ളൊരു സോയാബീൻ ഫ്രൈ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയോ. ബീഫൊക്കെ കഴിക്കാത്തവരെ ഈ സാധനം ഇങ്ങനെ ഉണ്ടാക്കി നോക്കും, ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. ഒടുക്കത്തെ ടേസ്റ്റാണ്. ഞാനിത് ഇന്നലെ ഇൻസ്റ്റയിൽ കണ്ടു. അപ്പം തന്നെ ഞാൻ പോയി, സാധനമൊന്നും ഇല്ലാതെ അപ്പം തന്നെ കടയിൽ പോയി വാങ്ങിയിട്ട് അപ്പം തന്നെ ഉണ്ടാക്കി നോക്കി. അതിന് സോയാബീൻ ഒന്ന് ചൂടുവെള്ളത്തിലിട്ട് ഒന്ന് വേവിച്ചെടുക്കുക. അത് വെള്ളമെല്ലാം ഊറ്റിക്കളഞ്ഞ് തണുത്ത വെള്ളത്തിലിട്ട് നന്നായിട്ട് കഴുകി പിഴിഞ്ഞെടുക്കുക. ഇതിനാവശ്യമുള്ള സാധനങ്ങൾ: മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാല, ഉപ്പ്, തൈര്. ഇത് നന്നായിട്ട് പെരട്ടിയെടുത്ത് ഞാനിത് സോയാബീൻ ഇട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഇതിൽ പ്രധാനപ്പെട്ട കാര്യം മറന്നുപോയത്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. ഞാൻ പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വീണ്ടും ഒരു 10 മിനിറ്റത്തേക്ക് വെച്ചു. ഒരു ചട്ടി അടുപ്പത്തോട് വെച്ച് കുറച്ച് ഓയിൽ ഒഴിച്ച് അതിലേക്ക് നമ്മൾ ഈ പെരട്ടി വെച്ചിങ്ങനെ സോയാബീൻ ഒന്ന് നന്നായിട്ട് എടുത്ത് നല്ല ഫ്രൈ ചെയ്ത് വെക്കും. ഫ്രൈ ചെയ്ത് ഒന്ന് വെന്ത് നല്ല ഫ്രൈ ആയി കഴിയുമ്പോഴത്തേന് ഞാൻ കുറച്ച് കറിവേപ്പിലയൊക്കെ കറിവേപ്പിലൊക്കെ ഇട്ട് അങ്ങോട്ട് ഇതിലിങ്ങനെ മണത്ത് നോക്കിയപ്പോൾ തന്നെ എനിക്കാണെങ്കിൽ കൊതി വന്നിട്ടും പാടില്ല. ഇങ്ങനെ മണം ഇങ്ങനെ അടിച്ചുകൊണ്ടേയിരിക്കാം. നല്ല മണമെന്ന് വെച്ചാൽ നല്ല മണം. ഇങ്ങനെ അത് പറയുമ്പോൾ തന്നെ ഇങ്ങനെ വീണ്ടും പൊടി വരും. അത്രയ്ക്ക് ടേസ്റ്റാണ് അതിന്. എന്നിട്ട് ഞാൻ എടുത്തു കഴിച്ചു. ഭയങ്കര ടേസ്റ്റ് എന്ന് വെച്ചാൽ ഭയങ്കര ടേസ്റ്റ്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. ജസ്റ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെടും. ബീഫൊക്കെ കഴിക്കാത്തവർ ഇങ്ങനെയൊക്കെ ട്രൈ ചെയ്ത് നോക്കിയാൽ ഭയങ്കര ടേസ്റ്റ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യുക എങ്ങനെയുണ്ടെന്ന്. എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും പെട്ടെന്ന് ഉണ്ടാക്കി നോക്കാവുന്ന കാര്യം. ഒന്ന് ഉണ്ടാക്കി നോക്കിട്ടാ, ട്രൈ ചെയ്യും. ഭയങ്കര ടേസ്റ്റാണ്, ഇഷ്ടപ്പെടും.